بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റു സ്നേഹം നിറഞ്ഞ മുതാലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഇബ്തിഹാജിന്റെ നയനമനോഹരമായ ഈ വേദിയിൽ ഞാൻ ആഗതനായതിന്റെ ഉദ്ദേശം ഒരു പ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ്. ഇന്ന് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്ന വിഷയം ജനാധിപത്യം ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ അല്പം സംസാരിക്കാം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജനങ്ങൾ തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ജനാധിപത്യം. ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യം ഉടലെടുത്തതെന്നും എന്ന ഗ്രീക്ക് ചിന്തകനാണ് ആദ്യമായി ഡെമോക്രസി എന്ന പദം ഉപയോഗിച്ചതെന്നുമാണ് ചരിത്രം പറയുന്നത്. ഡെമോസ് അഥവാ പൗരൻ, ക്രറ്റോസ് എന്നാൽ അധികാരം എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി ഉരുത്തിരിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്നുള്ളത്. സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം, വിയോജിക്കാനും പ്രതിഷേധിക്കാനുമുള്ള സ്വതന്ത്രവുമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതും അവരുടെ അവകാശങ്ങൾ സാധിച്ചു നൽകുന്നതും സാമൂഹ്യ നീതി പുലർത്തുന്നതുമാണ് ജനാധിപത്യം എന്ന സങ്കല്പം. ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമായാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയോടുകൂടി ഈ രാജ്യത്തിന്റെ സ്വതന്ത്രം ലഭിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ ചവച്ചുതുപ്പി ഒടുവിൽ രണ്ടായി പിച്ച് ചെയ്തിട്ടാണ് വൈദേശികൾ ഈ രാജ്യത്തു നിന്നും കടന്നു പോകുന്നത്. വ്യത്യസ്ത മതങ്ങൾ വിശ്വസിച്ചിരുന്ന, ഭാഷകൾ സംസാരിച്ചിരുന്ന 36 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയെ ഒരു നൂലിൽ കോർത്ത് സമാധാനപ്പെടുത്തുക എന്ന വളരെ ദുഷ്കരമായ അവസ്ഥയിലൂടെയായിരുന്നു ഈ രാജ്യം കടന്നുപോയത്. ഒടുവിൽ ചർച്ചകളുടെയും തർക്കങ്ങളുടെയും പരിണിത ഫലമായാണ് 1949 നവംബർ 26 ഈ രാജ്യത്തിനായി തയ്യാറാക്കിയ ബൃഹത്തായ ഭരണഘടനയും 1950 നവംബർ 25 ജനുവരി 26 ഈ രാജ്യം ജനാധിപത്യ റിപ്പബ്ലിക്കുമായി നിലവിൽ വരുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയില് കറുത്ത അധ്യായങ്ങളും അടിയന്തരാവസ്ഥ പോലുള്ള നിശ്ചലതയും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ രാജ്യം സമാധാന അന്തരീക്ഷത്തിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സജീവ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യം നിരന്തരമായി പരാജയപ്പെടുന്ന കാഴ്ചകൾ സജീവമാണ്. ഇക്കോണമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തിറക്കിയ ഡെമോക്രസി ഇൻഡെക്സ് ഇന്ത്യൻ ജനാധിപത്യത്തെ വികലമായ ജനാധിപത്യം എന്നാണ് വിശേഷിപ്പിച്ചത്. വിണ്ടം ഡെമോക്രസി റിപ്പോർട്ടിന്റെ 2025 പതിപ്പിലും ഇന്ത്യയെ തിരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തന്നെയാണ്. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ബുൾഡോസർ ജസ്റ്റിസ് എന്ന പേരിൽ എത്രയെത്ര വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമാണ് പരമോന്നത കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും സംഘപരിവാർ പൊളിച്ചു മാറ്റിയത്. അതിൽ 44% മുസ്ലിങ്ങളാണെന്ന കാര്യം നാം മറന്നു പോകരുത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് അറിയപ്പെടുന്ന മാധ്യമങ്ങൾക്കും ഈ രാജ്യത്ത് സ്വതന്ത്രമില്ലാതെയാവുകയാണ്. ഭരണകൂടത്തിന്റെ നെറികേട് പുറത്തെത്തിക്കുന്നവർ 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു കള്ളക്കേസിൽ അകത്താവുന്ന വളരെ വിഷമകരമായ അവസ്ഥ. ജനാധിപത്യത്തിന്റെ മൂലക്കല്ലായ തിരഞ്ഞെടുപ്പ് അവതാളത്തിലായതും ബ്രസീലിൽ നിന്നുള്ളവർ വരെ ഈ രാജ്യത്ത് വോട്ട് ചെയ്തു എന്നത് ഈ സജീവ കാലത്താണ് നാം അറിയുന്നത്. ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിച്ച് ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അവകാശമുള്ള ഈ രാജ്യത്ത് മനുഷ്യന്റെ മാനുഷിക അവകാശങ്ങൾ പോലും തച്ചമർത്തപ്പെടുകയാണ് ഭരണാധികാരികൾ. പ്രിയമുള്ളവരെ, ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് ആരാണ് ഈ
രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തുസൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണോ? ഓരോ വോട്ടുകൾ കുത്തുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.